ലോകത്തെ മുഴുവൻ സ്വന്തം താവളമാക്കി മാറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ചവിട്ടിമെതിക്കാമെന്ന് മോഹിച്ച അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ഇസ്രായേലിന്റെയും അഹങ്കാരത്തിന് മേൽ വീണ കനത്ത പ്രഹരമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നാം കാണുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമാണ് ഇറാൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്കും ഇറാൻ സേന മിസൈൽ ആക്രമണം നടത്തിയതായാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവസാനം തങ്ങളുടെ കൈകൊണ്ടാകുമെന്നാണ് ഇറാൻ സേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ സേനയായ IRGCയുടെ പബ്ലിക് റിലേഷൻസ് പ്രഖ്യാപിച്ച 10ാം തരംഗത്തിൽ ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ച് തികച്ചും അപ്രതീക്ഷിതവുമായ ആക്രമണമാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടത്തിയിരിക്കുന്നതെന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ വ്യോമസേനയുടെ കമാൻഡറുടെ ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ചതിപ്രയോഗം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തളർത്താനല്ല, മറിച്ച് വൻ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള അഗ്നി പടർത്താനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ ധീരമായ പോരാട്ടത്തിന്റെ തുടക്കമായാണ് മാറിയിരിക്കുന്നത്. ഞങ്ങൾ മുട്ടുമടക്കില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ലോക പോലീസുകാരൻ ചമഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഇറാന്റെ ആ അതിവേഗ പ്രത്യാക്രമണം. സ്വന്തം മണ്ണിൽ വിദേശ ആധിപത്യം അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടുമായി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അത് കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ ചോരക്കളമാക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾക്കുള്ള അന്ത്യകൂതാശയാണ്. സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് യുദ്ധം പ്ലാൻ ചെയ്യുന്നവർക്ക് ഇറാന്റെ മണ്ണിൽ നിന്നും ഉയർന്ന ഓരോ മിസൈലും ഒരു കഠിനമായ മുന്നറിയിപ്പാണ്. വൻ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ ഈ അസാമാന്യ ധീരത ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ഓരോ ജനതയ്ക്കും നൽകുന്ന ആവേശം ചെറുതല്ല. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇനി അധിനിവേശത്തിന്റെ കരുനിഴൽ വീഴില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം. ഇസ്രായേലിനെയും ഗൾഫ് മേഖലയിൽ ഉടനീളം അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട തിരിച്ചടി വെറും പ്രതികാരമല്ല, നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രമല്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ്. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ, സൈനിക ഭീഷണികൾ എന്നിവ നേരിട്ടിട്ടും സ്വന്തം പ്രതിരോധ ശേഷി സ്വയം നിർമ്മിച്ചെടുത്ത രാജ്യമായി ഇറാൻ വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ശക്തരായ സൈനിക സഖ്യങ്ങളെ നേരിടുമ്പോഴും പിന്മാറാതെ നിലകൊണ്ട ഈ സമീപനം ചെറിയ രാജ്യങ്ങൾക്ക് പോലും സ്വയം രക്ഷ സാധ്യമാണെന്ന ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണമായി പലരും കാണുന്നുണ്ട്. ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ആധുനിക യുദ്ധവിമാനങ്ങളുടെ വലിയ ശൃംഖലയില്ലാത്ത സാഹചര്യത്തിൽ പോലും തങ്ങളുടെ പരിമിതികളെ തന്നെ തന്ത്രപരമായ ശക്തിയായി മാറ്റിയതാണ് ഇറാന്റെ സൈനിക ചിന്താഗതിയുടെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ എന്നിവ ചേർന്ന ഒരു ബഹുസ്തുരത പ്രതിരോധ ശൃംഖലയാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചത്. 2000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ശേഷി, സാങ്കേതിക മേൽക്കോയ്മയുള്ള രാജ്യങ്ങൾക്ക് പോലും സുരക്ഷാ കണക്കുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാൻ സ്വീകരിച്ച സമീപനം വെറും പ്രതികാരമല്ല, അത് ധൈര്യത്തിന്റെ, സ്വയം പര്യാപ്തതയുടെ, ദേശീയ ആത്മാഭിമാനത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും മറികടന്ന് സ്വന്തം സാങ്കേതിക വിദ്യയും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്ത രാജ്യം ലോകത്തിലെ വൻ ശക്തികളോട് പോലും ഭയപ്പെടാതെ നിലകൊള്ളാമെന്ന സന്ദേശമാണ് നിലവിൽ നൽകുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം ഒരു യുദ്ധം മാത്രമല്ല, ശക്തി എന്ന ആശയം തന്നെ പുനർനിർവചിക്കപ്പെടുന്ന ചരിത്രഘട്ടമാണെന്നും ആ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ ഇറാൻ ഉറച്ച നിലയിൽ നിൽക്കുകയാണെന്നും പല നിരീക്ഷകരും വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സമാധാനം എന്ന ആവശ്യത്തെ പോലും തള്ളി ഒറ്റയ്ക്ക് നിന്ന് ഇറാൻ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി അട്ടിമറി നടത്താനും അമേരിക്കയ്ക്ക് കഴിയുകയില്ല. കരസേനയെ അയച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ അമേരിക്കൻ സൈന്യത്തെ കാത്തിരിക്കുന്നത് വിയറ്റ്നാമിന്റെ അനുഭവമായിരിക്കും. കൂറ്റൻ പർവ്വതങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഇറാൻ ശത്രുക്കളെ സംബന്ധിച്ച് ഒരു കെണിയായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, കരസേനയുടെ കരുത്തിലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ എന്നതിനാൽ അവിടെ അതിക്രമിച്ച് കയറുന്നവർക്ക് പിടിച്ചു നിൽക്കുക എന്നത് എന്തായാലും സാധ്യമുള്ള കാര്യമല്ല എന്നാണ് പലരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.